കാരുണ്യത്തിന്റെ മുത്തി സൂക്ഷിക്കാൻ വേണ്ടി പല മേഖലകളും നമുക്ക് നൽകി. അതിൽ നിന്ന് സൂക്ഷിക്കാത്തത് കാരണമായി വരുന്ന ആഫത്തുകളെ വിവരിക്കുന്നു. എത്ര മഹാന്മാരാണ് നമുക്ക് താക്കീത് നൽകിയത്. ഒന്നിച്ചിരുന്ന് പലതരത്തിലുള്ള സിനിമകൾ കാണുന്ന വീടുകളുണ്ടോ? ഉമ്മയും ബാപ്പയും ഭർത്താവും ഭാര്യയും ആൺകുട്ടികളും പെൺമക്കളും ഒരുമിച്ചിരുന്ന വീട്ടിൽ സിനിമ കാണുന്നുണ്ടോ? ആ സിനിമ ചിലപ്പോൾ നല്ല നല്ല വാർത്തകളാണ്. ആ വാർത്തകൾക്കിടയിലാണ് പെട്ടെന്നൊരു പരസ്യം വരുന്നത്. ആ പരസ്യം നമ്മുടെ മക്കളെ വെടക്കാക്കുന്നു. മാതാപിതാക്കളെ, ഉമ്മയും ബാപ്പയും മകനും മരുമകളും ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്ന സമയത്ത്, വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഇടയിൽ വരുന്ന പരസ്യമാകുന്ന കൂത്താട്ടങ്ങൾ അത് നമ്മുടെ മോളെ നശിപ്പിക്കുന്നതാണ്. ഉമ്മാ, നമ്മുടെ മക്കളെ വ്യഭിചാരികളാക്കി കളയുന്നതിന്റെ ആമുഖമാണ് ഉമ്മാ. ചെറിയ കുട്ടികളെങ്ങാനും ആ വാർത്തകൾക്കിടയിൽ, നമ്മുടെ വാർത്തകൾക്കിടയിൽ ഈ പരസ്യം കണ്ട് ആണും പെണ്ണും പരസ്പരം ചുംബിക്കുന്ന കാഴ്ച ചെറിയ കുട്ടികൾ കണ്ടാൽ അവരുടെ മനസ്സിൽ പതിഞ്ഞോ? ഇനി അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള വടിയാടി. മാതാപിതാക്കളെ, നെഞ്ചുറുപ്പുള്ള സ്വർഗത്തിൽ മക്കളുമൊത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ടോ? സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ ദൗത്യമാണ്. അന്യപുരുഷന്മാരും അയൽക്കാരും വീടകങ്ങൾ കയറിറങ്ങുന്ന ഒരു ദുസ്വഭാവമുണ്ടോ? എത്ര അയൽപ്പക്കത്തുള്ളവരാണെങ്കിലും അടുക്കളയിലേക്ക് അവരെ പ്രവേശിപ്പിക്കരുതേ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് സ്നേഹം കുറയില്ല. അത് താൽക്കാലികമായി സ്നേഹം കുറയുന്നതാണ് എങ്കിലും, കുറക്കുന്നതാണ് എങ്കിലും ഒരു വലിയ ജീവിതമാണ് കിട്ടുന്നത്. അല്ല എങ്കിൽ അയൽവാസികളാവട്ടെ, ചങ്ങാതിമാരാവട്ടെ, കൂട്ടുകാരാവട്ടെ, നമ്മുടെ അടുക്കളയിൽ മാതാപിതാക്കളെ 18ഉം 20 വയസ്സുള്ള പെൺകുട്ടികളുണ്ടോ അടുക്കളയിൽ? ആ അടുക്കളയിലേക്ക് അയൽപ്പക്കത്തുള്ളവര് ഏറ്റവും അടുത്ത വീട്ടുകാരാണെങ്കിലും ആൺകുട്ടികളെ ഈ അടുക്കളയിലേക്ക് വിട്ടുപോകരുത്. മാതാപിതാക്കൾക്ക് വല്ലാത്ത ശിക്ഷ ലഭിക്കും. ആ പെൺകുട്ടിയെങ്ങാനും ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വേണ്ടാത്ത ചിന്തകളിലേക്ക് പോയാൽ അല്ലാഹു തആല നിസ്കാരത്താമ്പ് വെച്ച മാതാപിതാക്കളാണെങ്കിലും പടച്ചറപ്പവരെ വിടില്ല. 10 വിരലുകൾ മാതാപിതാക്കൾ കടിക്കേണ്ടി വരും. അയൽവാസികളിൽപ്പെട്ട ആളുകളെ പോലും അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കരുത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറയാ, വർക്കച്ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഭാര്യയും നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ സഹോദരിമാരും വ്യഭിചാരമാകുന്ന വൃത്തികെട്ട പ്രവണതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൺകുട്ടിയെയും അടുത്ത മഹറമല്ലാത്ത കുടുംബത്തിലെ ആളുകളാണെങ്കിലും മഹറമല്ലാത്തവരാണോ അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഖാല റസൂലുള്ളാഹി. കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു പോയ ദീനുൽ ഇസ്ലാം. സ്വന്തം മകളുടെയും സഹോദരിമാരുടെയും ശരീരവണ്ണം തയ്യൽക്കാരനെ കൊണ്ട് എടുപ്പിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിക്ക് ടൈലർ ഷാപ്പിൽ ചെന്നുകൊണ്ട് ആണുങ്ങളെ കൊണ്ട് അവിടുന്ന് അളവെടുക്കുന്ന മാതാപിതാക്കളെ, പുരുഷന്മാർ തയ്യൽ നടത്തുന്ന തയ്യൽ മെഷീൻ തയ്യൽക്കടയിൽ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ പറഞ്ഞയച്ച് ആണുങ്ങളെ കൊണ്ട് അവരുടെ വണ്ണവും മറ്റും അളക്കാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്ത മാതാപിതാക്കളെ, 10 വിരലുകൾ ഇവിടെ കടിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കൂല. ഇസ്രാഫീലിന്റെ ഊത്തുവരെ ഖബറാകുന്ന ആ മണ്ണറ അദാബാടി നരകമാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അവിടുന്ന് അന്യർക്ക് വീടുകളിലുള്ള അമിത സ്വാതന്ത്ര്യം ആരാണിയെങ്കിലും അന്യൊരുത്തനാണോ അവർക്ക് വീടുകളിൽ അമിത സ്വാതന്ത്ര്യം കൊടുത്തു പോകരുത്. പറയുന്ന മുസ്ലിയാരോട് ചിലപ്പോൾ വെറുപ്പ് വരുന്ന കൂട്ടുകാരനുണ്ടാവും. എന്റെ അനുജാ,
സ്നേഹിതാ, ഇതിന്റെ ഗൗരവം ഒരു കുട്ടി നഷ്ടപ്പെട്ടാലേ അറിയൂ. എത്ര അടുത്തവരാണ് എങ്കിലും അന്യർക്ക് വീടുകളിൽ അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദുർഗതി. എത്ര ചെറുപ്പക്കാരാൻ ഭാര്യയൊന്ന് സംസാരിക്കാത്തതിന്റെ പേരിൽ അവിടെ ത്വലാഖ് ചൊല്ലിവിട്ട പാരമ്പര്യം നമ്മുടെ നാടുകൾ കണ്ടുവരുന്നു. ഗൾഫുകാരനാണ്, ഗൾഫുകാരന്റെ ഭാര്യ. അപ്പോ ഭാര്യക്കാണ് കത്ത് അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ മറയുടെ പിന്നിൽ വെച്ച് സംസാരിക്കും. ഗൾഫുകാരന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനാ വന്നു കാര്യമായി നല്ല സൽക്കരിക്കലോ ഇരുത്തലോ ഒരു കാര്യമായ സംസാരം ഇല്ലെങ്കിലേ, എടോ ഞാൻ നിന്റെ വീട്ടിലൊക്കെ പോയിടോ, അവിടെ എന്താ പള്ളിക്കാട്ട് പോയ പോലെ നിന്റെ പെണ്ണുങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് നിന്റെ ഉമ്മ അപ്പുറത്ത് നിന്നിട്ട് ഒന്ന് എല്ലാവർക്കും സംസാരിച്ചൂടെ? അപ്പം തോന്നിപ്പോകും, ഈ ഗൾഫുകാരൻ തോന്നിപ്പോ ഇത് വല്ലാത്ത മനുഷ്യ. ദീനിന്റെ പടയാളികളെ, ആ പെണ്ണ് സ്വർഗത്തിലെ നിങ്ങളുടെ മുത്താകുന്നു. അങ്ങനത്തെ ഭാര്യയാണോ? നിങ്ങളുടെ കൂട്ടുകാരനാണ് വീട്ടിൽ വന്നതെങ്കിലും മറയുടെ പിന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വന്ന ആ പെണ്ണാണോ? ചെറുപ്പക്കാരെ, ആ പെൺകുട്ടിക്ക് ദുആ ചെയ്തോളൂ, അത് നിന്റെ സ്വർഗത്തിലെ കരളാടി. നേരെ മറിച്ച് നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണെങ്കിലും വരുമ്പോഴേക്കും വീട്ടിലിരുത്തി അടുത്തുപോയി സംസാരിക്കുന്നവൾ, അവൾ നാശകാരിയാൻ. നിനക്ക് പറ്റിയ പെണ്ണല്ലവൾ. ആ പെണ്ണ് പലതിലേക്കും പെട്ടുപോകും. അല്ലാഹു കാക്കുമാറാവട്ടെ.